ഹായ് ഓൾ, ഇംപ്രിൻസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു യൂറോളജി ഡിസീസ് കണ്ടീഷനെ പറ്റിയാണ്. ഒരു തിയറി ക്ലാസ് എന്നതിലുപരി ഞാൻ പറയാൻ പോകുന്ന ഇൻഫർമേഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിലും ഉപയോഗപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടീഷൻ ബിനൈൻ പ്രോസ്ട്രാറ്റിക് ഹൈപ്പർപ്ലേഷ്യ അഥവാ BPH. സോ ഈ ഡിസീസ് കണ്ടീഷനെ പറ്റി പഠിക്കുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. എന്താണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി? പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഒരു ഓർഗനാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. സോ പുരുഷന്മാരിൽ അവരുടെ ബ്ലാഡറിന് തൊട്ട് താഴെ റൗണ്ട് ഷേപ്പിൽ ബ്ലാഡറിൽ നിന്നും പുറത്തേക്ക് യൂറിനെ ക്യാരി ചെയ്യുന്ന ഒരു ഹോളോ ട്യൂബ് ഉണ്ട്, യുറീത്രയ്ക്ക് ചുറ്റുമാണ് ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി കാണപ്പെടുന്നത്. നമ്മൾ പുരുഷ ഗ്രന്ഥി എന്നുകൂടി വിശേഷിപ്പിക്കുന്ന ഒരു ഓർഗനാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. ഇനി എന്താണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ? ഹ്യൂമൻ ബോഡിയിൽ, അതായത് പുരുഷന്മാരിൽ സെമൈനൽ ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. നമുക്കറിയാവുന്നതുപോലെ സ്പേമിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ഫ്ലൂയിഡാണ് സെമൈനൽ ഫ്ലൂയിഡ്. ഈ സെമൈനൽ ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയാണ്. ഇനി ചില സാഹചര്യങ്ങളിൽ ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് വലുപ്പ കൂടുതൽ, എൻലാർജ്മെൻറ്റ് സംഭവിക്കാറുണ്ട്. അതിന് നമ്മൾ മെഡിക്കലി പറയുന്ന പേരാണ് BPH അഥവാ ബിനൈൻ പ്രോസ്ട്രാറ്റിക് ഹൈപ്പർപ്ലേഷ്യ. സോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരിൽ, 40 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എന്നല്ല, എങ്കിലും ഒരു 75 മുതൽ 80% വരെ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരിൽ ഈ ഒരു പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റ് കാണപ്പെടാറുണ്ട്. സോ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് പറയും, പ്രായം കൂടുന്നതനുസരിച്ച് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്കും ചില മാറ്റങ്ങൾ സംഭവിക്കും. സോ ആദ്യത്തെ കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഏജിങ് തന്നെയാണ്. പക്ഷേ പ്രായമായ എല്ലാവരിലും പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റ് വരണമെന്നില്ല. അപ്പോൾ മറ്റു ചില കാരണങ്ങളും പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം വർദ്ധിക്കുന്നതിന് കാരണങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ഫാസ്റ്റ് ഫുഡ് ലവേഴ്സാണ് ഓൾമോസ്റ്റ് എല്ലാ ആളുകളും. അതുപോലെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളവരായിരിക്കും മജോറിറ്റി. സോ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ്, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഹെവി ഫാറ്റി ഫുഡ് ആൻഡ് ലാക്ക് ഓഫ് എക്സസൈസ്, ഇതെല്ലാം ഈ പറഞ്ഞ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് എൻലാർജ്മെൻറ്റ് വരുത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ മെഡിക്കൽ റിസർച്ചസ് പറയുന്നുണ്ട്, ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകളിൽ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് വലുപ്പ വ്യത്യാസം അല്ലെങ്കിൽ വലുപ്പ കൂടുതൽ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. സോ ഇതും പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റിനൊരു കാരണമാണ്. ഇനി പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് വലിപ്പം വർദ്ധിച്ചാൽ ഒരു മനുഷ്യന്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇനി ഞാൻ പറയാൻ പോകുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, സിംറ്റംസ്, എല്ലാ ഫീച്ചേഴ്സും എല്ലാ ആളുകളിലും കാണണമെന്നില്ല. പക്ഷേ BPH അഥവാ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ ഉള്ള ആളുകളിൽ, മജോറിറ്റി ആളുകളിലും ഞാൻ ഇനി പറയുന്ന സിംറ്റംസ് കാണാറുണ്ട്. സോ ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾ, സാധാരണയായി രാത്രിയിൽ നമ്മൾ അധികം യൂറിനേഷൻ ഇല്ല, പക്ഷേ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് എൻലാർജ്മെൻറ്റ് സംഭവിച്ചാൽ യൂഷ്വലി ഉള്ള ഒരു യൂറിനേഷനേക്കാൾ 2-3 തവണയിൽ കൂടുതൽ, പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ യൂറിനേഷൻ ഒരു ടെൻഡൻസി ഈ ആളുകളിൽ നമ്മൾ യൂഷ്വലി കാണാറുണ്ട്. അതുപോലെ ഒരു വീക്ക് യൂറിൻ സ്ട്രീം, അതായത് നമ്മൾ പുറത്തേക്ക് വരുന്ന യൂറിൻ്റെ ഫോഴ്സ് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എൻലാർജ് ചെയ്തിട്ട്
നമ്മുടെ യൂറിനെ പുറമേക്ക് കൊണ്ടുവരുന്ന യുറീത്രയെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഈ യൂറിൻ സ്ട്രീം വളരെ വീക്കായിട്ട് BPH ഉള്ള ആളുകളിൽ കാണപ്പെടുന്നത്. അതുപോലെ ആഫ്റ്റർ യൂറിനേഷൻ വെൻ വി ആർ ഹാവിങ് എ ഇൻകംപ്ലീറ്റ് യൂറിനേഷൻ ഫീലിംഗ്, ഒരു ഇൻകംപ്ലീറ്റ് ബ്ലാഡർ ഇവാക്വേഷൻ ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അതും ഈ പറഞ്ഞ BPHൻ്റെ ഒരു ലക്ഷണമായേക്കാം. അതുപോലെ പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻ്റ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് യൂറിൻ കുറച്ച് നേരത്തേക്ക് ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫ്രീക്വൻ്റ് ആയിട്ട് അവർ യൂറിൻ പാസ് ചെയ്യും. അതുപോലെ ഇൻകോണ്ടിനൻസ്, ഡ്രിബിളിങ്, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇങ്ങനെ ലീക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ, ഇതെല്ലാം BPH ഉള്ള ആളുകളിൽ കാണപ്പെടുന്ന സിംറ്റംസ് ആണ്. ഇനി നമ്മൾ ഈ സിംറ്റംസ് കണ്ടതിന് ശേഷവും ഇഫ് വി ആർ നോട്ട് ട്രീറ്റിംഗ് ദ പർട്ടിക്കുലർ കണ്ടീഷൻ വെൽ, ഇത് മറ്റു ചില സിംറ്റംസ് കൂടെ ഈ ആളുകളിൽ കാണിക്കാറുണ്ട്. ലൈക്ക് ബ്ലാഡർ പെയിൻ, ജനറലൈസ്ഡ് വീക്ക്നെസ്, ക്ഷീണം, ബ്ലാഡർ പെയിൻ, ഇതെല്ലാം BPH ട്രീറ്റ് ചെയ്യാതെ കുറേ നാളുകൾ പ്രോഗ്രസ് ചെയ്താൽ പേഷ്യൻസിന് കണ്ടേക്കാവുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. ഇനി ഒരാൾക്ക് BPH അഥവാ പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? സോ ഞാൻ മുൻപ് പറഞ്ഞ സിംറ്റംസുമായിട്ട് ഒരാൾ ഡോക്ടറെ സമീപിച്ചാൽ ഏറ്റവും ആദ്യം ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് PSA അഥവാ പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ. സോ ഈ PSA അഥവാ പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈമാണ്. ഓക്കെ, സോ ഈ PSA ആക്ച്വലി പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻ്റ് ഉള്ള ആളുകളിൽ ഒരുപാട് കൂടുതലായിരിക്കും. ആൻഡ് ഓൾസോ along with this PSA blood test, doctors will advise radiographic studies like USG, അതല്ലെങ്കിൽ X-ray or CT, MRI. So depending upon the severity, എത്ര സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആണോ അതിനെ ബേസ് ചെയ്ത് ഡോക്ടേഴ്സ് വിൽ പ്രിസ്ക്രൈബ് റേഡിയോഗ്രാഫിക് പ്രൊസീജിയേഴ്സ്. ഇനി അതുമല്ലെങ്കിൽ സിസ്റ്റോസ്കോപ്പി, ബൈ യൂസിങ് എൻ എൻഡോസ്കോപ്പ് വി വിൽ എക്സാമിൻ യൂറിനറി ബ്ലാഡർ. നമ്മുടെ ബ്ലാഡറിനുള്ളിൽ നമ്മളൊരു എൻഡോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് വി വിൽ വിഷ്വലൈസ് ദി ബ്ലാഡർ ആസ് വെൽ ആസ് ദി യൂറീത്ര, സിസ്റ്റോ യൂറീത്രോസ്കോപ്പി. സോ ഇതൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ്. ഇനി ആഫ്റ്റർ കൺഫേമിംഗ് BPH, ഹൗ ക്യാൻ വി ട്രീറ്റ് ദിസ് കണ്ടീഷൻ? എങ്ങനെയാണ് നമുക്ക് BPH ചികിത്സിക്കാൻ പറ്റുന്നത്? ഏതൊരു മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിലും നമ്മൾ ആദ്യമേ മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ് നോക്കുന്നത്. മെഡിസിൻസ് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ then only we will do surgical interventions. So BPHലും അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റിലും നമ്മൾ ആദ്യം ചെയ്യുന്നത് മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. സോ മെഡിക്കൽ മാനേജ്മെൻ്റ് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആൽഫ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. ഇനി എന്താണ് ആൽഫ ബ്ലോക്കേഴ്സ് ചെയ്യുന്നത്? നമ്മുടെ യുറീത്ര എന്ന് പറയുന്ന ആ ഒരു ഹോളോ ട്യൂബ്, ആ ട്യൂബിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന, നമ്മുടെ യുറീത്രേനെയും അതുപോലെ നമ്മുടെ ബ്ലാഡർ നെക്കിനെയും കുറച്ചൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു മെഡിസിനാണ് ആൽഫ ബ്ലോക്കേഴ്സ്. സോ ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് യൂറിനേഷൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് യൂറിനേറ്റ് ചെയ്യാൻ പേഷ്യൻറ്റിന് പറ്റും. ആ ഒരു യൂറിൻ ഫോഴ്സ് കുറച്ചുകൂടി ഒന്ന് നോർമലാകും, പ്രഷർ ഓൺ യൂറിനേറ്റിംഗ് അത് മാറിക്കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ആൽഫ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ആൽഫ ബ്ലോക്കേഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് 5-ആൽഫ റിഡക്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ്. ഈ ഡ്രഗും ആൽഫ ബ്ലോക്കേഴ്സിൻ്റെ കൂടെ യൂഷ്വലി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ഇനി ഈ രണ്ട് മെഡിസിൻസ് കൊടുത്തിട്ടും പേഷ്യൻറ്റിന് സിംറ്റംസ് ഒന്നും മാറുന്നില്ല, അതല്ലെങ്കിൽ വീണ്ടും സിംറ്റംസ് പ്രോഗ്രസ് ചെയ്യുകയാണ് എങ്കിൽ പിന്നെ നമ്മൾ പോകുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സിലേക്കാണ്. സോ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയറാണ് ട്രാൻസ് യൂറീത്രൽ
റിസെക്ഷൻ ഓഫ് പ്രോസ്ട്രേറ്റ് അഥവാ TURP എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ യൂറിനറി ബ്ലാഡറിനുള്ളിലേക്ക് ഒരു എൻഡോസ്കോപ്പ് പാസ് ചെയ്തിട്ട് along with this endoscope we will insert a resectoscope. ഒരു ബ്ലേഡ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് റിസെക്ടോസ്കോപ്പ്. ആഫ്റ്റർ ദാറ്റ് ഈ ബ്ലാഡർ നെക്കിനെ കംപ്രസ് ചെയ്യുന്ന പ്രോസ്ട്രേറ്റ് ടിഷ്യൂസ് നമ്മൾ ഈ ബ്ലേഡ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യും. ദാറ്റ് ഈസ് ട്രാൻസ്യൂറിത്രൽ റിസെക്ഷൻ ഓഫ് പ്രോസ്ട്രേറ്റ്. ഇനി ഒരു പ്രൊസീജിയർ കൂടിയുണ്ട് ഇതുപോലെ ഒരു ലെസ് ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ, ദാറ്റ് ഈസ് ട്രാൻസ്യൂറിത്രൽ ഇൻസിഷൻ ഓഫ് പ്രോസ്ട്രേറ്റ്, ദാറ്റ് ഈസ് TUIP എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രോസ്ട്രേറ്റ് ടിഷ്യൂവിനെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കളയുമല്ല, ഇൻസ്റ്റെഡ് വി ആർ മേക്കിംഗ് ഇൻസിഷൻസ് ഓൺ ദി പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. പ്രോസ്ട്രേറ്റ് ടിഷ്യൂവിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ച് നമ്മുടെ യൂറിൻ ഫ്ലോ തിരികെ കൊണ്ടുവരാൻ വേണ്ടി വി ആർ ക്രിയേറ്റിംഗ് ഓപ്പണിങ്സ്, ഇൻസിഷൻസ് by using microwaves. That is transurethral incision of prostate. ഈ പറഞ്ഞ രണ്ട് പ്രൊസീജിയേഴ്സും ഒരു കംപ്ലീറ്റ് ക്യൂർ നമുക്ക് തരുന്നില്ല എങ്കിൽ then we will go for open surgeries like perineal prostatectomy, pubic prostatectomy. All those we will do if these less invasive procedures are not a solution. ഇനി നമ്മൾ പ്രോസ്ട്രേറ്റ് ഹൈപ്പർപ്ലേഷ്യ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ പല ആളുകൾക്കും തോന്നുന്ന ഒരു സംശയമാണ്, ഈസ് ദിസ് എ ക്യാൻസർ? ഇതൊരു ക്യാൻസറാണ്. യൂഷ്വലി നമ്മൾ പറയും എല്ലാ പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റ്സും ക്യാൻസേഴ്സ് അല്ല. 80 മുതൽ 85% വരെ പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റ്സും ബിനൈൻ ആണ്. വളരെ കുറച്ച് മാത്രമേ പ്രോസ്റ്റാറ്റിക് ക്യാൻസേഴ്സ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യാറുള്ളൂ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് we should identify it soon as possible and treat it very well. So ഇത്രയാണ് BPH അഥവാ ഈ ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യയെ പറ്റി എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യു ക്യാൻ കമൻറ്റ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. താങ്ക് യു.